സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബവി ജീവിതം അഥവാ 23 കൊല്ലത്തെ നബിയായി റസൂലായി ജീവിച്ചിട്ടുള്ള ആ ജീവിതം എത്ര പ്രസംഗങ്ങളാണ് നടത്തിയത്, എത്ര ഖുതുബകളാണ് മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ വെച്ച് നടന്നത്, മദീനയിലും വെളിയിലുമായി എത്ര ദർസുകൾ നടന്നു. അതിലൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനും പഠിപ്പിക്കാനും ശ്രമിച്ചത് പ്രിയപ്പെട്ടവരെ ദുനിയാവിനെ സംബന്ധിച്ചല്ല, ആഖിറത്തെ സംബന്ധിച്ചാണ്. ആഖിറത്തിൻ്റെ ബോധമുണ്ടാക്കുക, ആഖിറത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കുക, ആഖിറം എന്താണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുക, അതിനുവേണ്ടി ഒരുങ്ങുന്നവരാവുക, അതിൻ്റെ ഒരു ഗൗരവം കിട്ടിയവരായി ദുനിയാവിൽ ജീവിക്കുക, ഇത് മാത്രമേ ഇത് കാണാനുള്ളൂ. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലും ഈമാനെ പറ്റി പറയുമ്പോഴെല്ലാം രണ്ട് കാര്യങ്ങളല്ലേ ചേർത്ത് പറയുന്നത്. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നവരും. എന്തോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഈ യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഗൈബിയാണ്. നമ്മൾ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞല്ലോ. സൂറത്തുൽ ബഖറയുടെ രീതി അങ്ങനെയാണ്. ആദ്യം മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു, പിന്നെ കാഫിരീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് മുനാഫിക്കുകളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞു. ഇതാണല്ലോ ആ രീതി. അതിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണവർ. ആഖിറം മൊത്തത്തിൽ ഗൈബാണ്. അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാതെ വേറൊന്നും നമുക്കറിയില്ല. അതാരും കണ്ടിട്ടില്ല, ആരും അവിടുത്തെ ശബ്ദങ്ങൾ കേട്ടിട്ടില്ല, അത് പോയി അനുഭവിച്ച് വന്ന് ആരും നമുക്ക് ആ അനുഭവം പറഞ്ഞു തരാനില്ല പൂർണ്ണമായും. അതുകൊണ്ടാണ് ഈമാൻ ഇല്ലാത്തവർക്ക് നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ രുചിക്കൂല. സത്യവിശ്വാസികളല്ലാത്തവർക്ക് ആഖിറമോ മഹ്ശറോ അതുമായി ബന്ധപ്പെട്ട സംഗതികളോ ഒന്നും ദഹിക്കൂല, മനസ്സിലാവൂല. ഈമാൻ ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. കാരണം അത് മുഴുവനും ഗൈബിയാൻ. നമുക്ക് കണ്ടോ കേട്ടോ രുചിച്ചോ തൊട്ടോ അനുഭവിച്ചോ ഒന്നും അറിയാൻ കഴിയില്ല. അവിടെ ചെല്ലുന്ന ദിവസം മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളല്ലാത്തവർക്ക് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ തമാശ പോലെ തോന്നും, അവർക്കൊരു ഗൗരവം ഉണ്ടാവില്ല. ചില ആളുകൾ പല്ലിളിക്കും, ചിരിക്കും. അള്ളാഹു നമുക്ക് ഗൗരവം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഫുള്ള് ഗൈബിയാണ്. പ്രിയപ്പെട്ടവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതായിരുന്നു 23 വർഷക്കാലം സഹാബത്തിനിടയിൽ തൗഹീദ് പഠിപ്പിച്ചതും സുന്നത്ത് പഠിപ്പിച്ചതും. എന്തിനായിരുന്നു? ആഖിറം എന്ന വരാനിരിക്കുന്ന ഒരിക്കലും തീരാത്ത ജീവിതത്തിൽ ഇവർ വിജയിച്ചേ പറ്റൂ, അതിനു വേണ്ടിയിട്ടാണ്. വിജയിച്ചേ പറ്റൂ, അതിനു വേണ്ടി ഇവർ പണിയെടുത്തേ പറ്റൂ, അതിനെപ്പറ്റി ആലോചിച്ചേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളും മഹ്ശറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കഥ കേൾക്കാനല്ല, അതല്ലെങ്കിൽ ഗൈബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന അത്ഭുതകരമായ അവസ്ഥകൾ, കാര്യങ്ങൾ, ആ ഘട്ടങ്ങൾ, അത് വെറുതെ ഒരു കഥ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ കഥ പറയുന്ന പോലെ പറഞ്ഞ് അങ്ങനെ കേട്ടങ്ങനെ പോവാനല്ല. ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടവരാണ്, അവിടെ എത്തേണ്ടവരാണ്, അത് അനുഭവിക്കേണ്ടവരാണ്. ബോധത്തോടെ, ഉണർവോടെ, സ്വപ്നത്തിലല്ല, വെറുതെ ഒരു തോന്നിച്ചയിലല്ല, ഉണർവോടെ ഈ ശരീരത്തോടു കൂടി അനുഭവിക്കേണ്ടവരാണ്. അവിടെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. തങ്ങൾ പറയും, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നക്കും ഫീ സമാനിൻ ഹുദ്ന, നിങ്ങൾ ഹുദ്നയുടെ കാലഘട്ടത്തിലാണ്. അതെന്താണ്? ഹദീസിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. വഇന്ന സൈറ ബികും സരിയ, നിങ്ങളെയും കൊണ്ട് ഈ ദുനിയാവ് പോകുന്നത് വളരെ വേഗത്തിലാണ്, ഹൈ സ്പീഡിലാണ്. സഹാബത്തിന് ചിലപ്പം അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അന്ന് പറയുമ്പോൾ. പക്ഷെ ഇന്ന് ദുനിയാവിൻ്റെ ഈ സ്പീഡിലുള്ള പാച്ചൽ എന്താന്ന് പറഞ്ഞാൽ വിവരമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാ ദിവസങ്ങൾ കഴിയുന്നതും സമയം പോയിക്കൊണ്ടിരിക്കുന്നതും ആഴ്ചകൾ മാറുന്നതും വർഷങ്ങൾ കഴിയുന്നതും ഒന്ന് കഴിഞ്ഞ് ഉടനെ അടുത്തതായി. നിങ്ങളെയും കൊണ്ടുള്ള ദുനിയാവിൻ്റെ യാത്ര വളരെ സ്പീഡിലാണ്. മാത്രമല്ല, വഖദ് റഅയ്തുമുൽ ലൈല വന്നഹാർ, ഇത്ര സ്പീഡിൽ ദുനിയാവ് നിങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പം മാറി മറയുന്ന രാവും പകലും നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടോ?
രാത്രിയാവുന്നു, പകലാവുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മളെ തിരക്കിലേക്ക് അങ്ങ് പോകുന്നു, വൈകുന്നേരം ആവുന്നു, തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, പിന്നെ വിശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. നാൽക്കാലികൾക്ക് സമാണ്. ആ രീതി നാൽക്കാലികൾക്കും പക്ഷിപർവാദികൾക്കും സമാണ്. അവരും രാവിലെ എണീക്കും, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. എവിടെങ്കിലും റിസ്ക് ഉണ്ടാവും, അള്ളാഹു വെച്ചിട്ടുണ്ടാവും, അത് കഴിക്കും. വൈകുന്നേരം ആകുമ്പോൾ വയറ് നിറച്ച് വീട്ടിലേക്ക് മടങ്ങി വരും, രാത്രി വിശ്രമിക്കും, പിറ്റത്തെ രാവിലെയും അതേപോലെ പോവും. രാവും പകലും മനുഷ്യന്മാർക്ക് പ്രത്യേകതയുള്ളതാണ്. രാവും പകലും പക്ഷിപർവാദികൾക്കും ജീവജാലങ്ങൾക്കും അവരുടെ ഒരു ആദത്താണ്, പതിവാണ്. പക്ഷെ ബുദ്ധിയുള്ള അൽ ഇൻസാൻ, വിവരമുള്ള, വിവേകമുള്ള, ചിന്താശേഷിയുള്ള, കാര്യങ്ങളെ ഗൗരവത്തിൽ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്ന മനുഷ്യന്മാർക്ക് രാവും പകലും അത്ഭുതമാണ്. അതിങ്ങനെ മാറി മറിയുമ്പം പുതിയ പുതിയ കാര്യങ്ങളെ അവ രണ്ടും പഴയതാക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അതായത് ഇന്ന് പുതുമയുണ്ട്, നാളെ പുതുമയുണ്ട്, മറ്റന്നാൾ പുതുമ കഴിഞ്ഞു, വേറെ പുതിയ വന്നു. സംഭവം ഒരു രാത്രിയായി, ഒരു പകലായി, ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. യുബ്നിയാനി കുല്ല ജദീദ്, എല്ലാ പുതിയതിനെയും ഈ രാവും പകലും പഴയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രാണോ വയുഖർരിബാനി കുല്ല ബഈദ്, ദൂരെ എന്ന് പറയപ്പെട്ട പലതിനെയും അവ രണ്ടും അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ രാവും പകലും മാറി മറിയുമ്പം എന്തൊക്കെയാ സംഭവിക്കുന്നുള്ളത്? വാഗ്ദാനം ചെയ്യപ്പെട്ട, താക്കീത് ചെയ്യപ്പെട്ട പലതും ഇതാ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് നിങ്ങളെയും കൊണ്ട് നിങ്ങളുടെ അവസാനത്തിലേക്ക് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായത് എപ്പാന്നറിയോ പ്രിയപ്പെട്ടവരെ? സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. 2025 അവസാനിച്ച് 2026 പ്രവേശിക്കുന്ന ഡിസംബർ 31 അന്ന് രാവിലെ തൊട്ട് പാതിരാവരെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ചാനലുകളും ലൈവായിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ എന്ത് തെമ്മാടിത്തരങ്ങളാ കാണിക്കേണ്ടത്, ഏത് തോന്നിവാസിത്തരങ്ങളാ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ബോധമില്ലാത്തവരായിക്കൊണ്ടാണ് വിദ്യാസമ്പന്നന്മാരെന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. ലൈവായിട്ട് കാണിച്ചു തരികയാണ്. 1 വർഷമാണ് ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട്, 1 വർഷം. ഇനി ഒരു കാരണവശാലും അത് തിരിച്ചു കിട്ടൂല. 2026 പുതിയതാണ്, മറ്റത് പഴയതായി. ഇനി ജീവിതത്തിൽ അത് കിട്ടൂല. അത് സന്തോഷിക്കാനുള്ള വകയാ? അത് കള്ളു കുടിച്ച് തിമിർത്ത് ആടി രസിക്കാൻ പാട്ടുപാടിയും നൃത്തം വെച്ചും ആസ്വദിക്കാനുള്ള കാര്യ? വിശ്വാസിക്കട്ടോ, ഞാൻ പറയുന്നത് വിശ്വാസികളോടാണ്, ഈമാനുള്ളവരോടാണ്, ആഖിറമുണ്ടെന്ന് ബോധമുള്ളവരോടാണ്. അത് തമാശയാ? ആയുസിൽ നിന്നും 1 വർഷമാണ് തീർന്നത്. 1 വർഷം. ഇത് എന്ന് വെച്ചാൽ ഒന്നുകൂടി മരണത്തിലേക്ക്, അതേപോലെ ഖബറിലേക്ക്, അത് കഴിഞ്ഞിട്ടുള്ള യാത്രയിലേക്ക്, അത് കഴിഞ്ഞിട്ടുള്ള യൗമുൽ ഖിയാമയിലേക്ക്, അത് കഴിഞ്ഞ് മഹ്ശറിലേക്ക്, അത് കഴിഞ്ഞ് സിറാത്തിലേക്ക്, ഹിസാബിലേക്ക്, മീസാനിലേക്ക് ഇതാ നിങ്ങൾ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂചിപ്പിച്ചത്. അപ്പോൾ ഒരു സഹാബി ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമൽ ഹുദ്ന, നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ നിങ്ങൾ ഹുദ്നയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന്. എന്താണ് ഈ ഹുദ്നന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ? ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാറു ബലാഇൻ വൻഖിതാഇൻ, പരീക്ഷണത്തിന്റെ വീടാണ്. സുഖം, ദുഃഖം, വേദന, സന്തോഷം എല്ലാം ഉണ്ടാവും, സമ്മിശ്രമാണ്. എല്ലാവരും എപ്പോഴും സന്തോഷവാനായിരിക്കൂല, എല്ലാവരും എപ്പോഴും ദുഃഖിതരായിരിക്കൂല, എല്ലാവരും എപ്പോഴും പരീക്ഷണത്തിലായിരിക്കൂല. എല്ലാം വരും, എല്ലാം വരും. ദാറു ബലാഇൻ വൻഖിതാഇൻ, വൻഖിതാഇൻ, എന്ത് കൈമയുണ്ടെങ്കിലും, എത്ര സുഖ സൗകര്യങ്ങൾ കൈമേലുണ്ടെങ്കിലും ഇൻഖിതാഇന്റെ നാടാണ് ദുനിയാവ്. മുറിഞ്ഞു പോകും, ഇത് വിട്ടു പോവേണ്ടി വരും, ഇവിടെ നിന്ന് യാത്രയാവുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും ആ ദിവസത്തെ കാത്തിരിക്കുന്ന ചെറിയ ദുനിയാവിലെ മെമ്പർമാരാണ്, പക്ഷെ ബോധവാന്മാരല്ല. ഒരു കവിയുടെ കവിത നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. കവി പറഞ്ഞു, കുല്ലുബിനി ഉൻസ. അറബി അറിയാവുന്നവർക്ക് പെട്ടെന്ന് അതിന്റെ ഗൗരവം, ആ അർത്ഥത്തിന്റെ വരികളുടെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലാവും. കുല്ലുബിനി ഉൻസ,
ഓരോ പെണ്ണ് പ്രസവിച്ച കുഞ്ഞും, ദുനിയാവിന് പെണ്ണ് പ്രസവിച്ചിട്ടല്ലേ കുഞ്ഞുണ്ടാവുള്ളൂ. ആകെ പെണ്ണ് പ്രസവിക്കാതെ ഉണ്ടായ കുഞ്ഞ് ആദം നബി മാത്രമാണ്. ഈസ നബിയും മറിയം പ്രസവിച്ചിട്ടാ ദുനിയാവിലേക്ക് വന്ന്. കുല്ലു ബിനി ഉൻസ, അങ്ങനെ ദുനിയാവിലേക്ക് പ്രസവിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന് വീഴുന്ന ഓരോ കുഞ്ഞും വഇൻ താലത് സലാമതുഹു, അവരുടെ സുഖവും സമാധാനവും സംരക്ഷണവും അവരുടെ എന്തും എത്ര നീണ്ടതാണെങ്കിലും, പൈസ, ആരോഗ്യം, സുഖം, സൗകര്യം, അങ്ങനെ എത്ര നീണ്ടാലും യൗമൻ യൗമൻ ഒരു ദിവസം, അല ആലത്തിൻ ഹദ്ബാഅ മഹ്മൂലു, കാലുകളില്ലാത്ത കട്ടിലിൽ അവർ വഹിക്കപ്പെടുക തന്നെ ചെയ്യും. ഇരിക്കുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും അതിനെ കാത്തിരിക്കുന്നവരാ നമ്മൾ. പക്ഷെ ബോധവാന്മാരല്ല, ഓർമ്മയില്ല, അശ്രദ്ധയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി, അറിയാത്ത കാര്യമൊന്നുമല്ല, ചെറുപ്പത്തിലേ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചു വരുന്ന കാര്യങ്ങളാൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലെ വിശ്വാസം, മഹ്ശർ, മീസാന്, ഹിസാബ്, കിതാബുകൾ, സ്വർഗനരകം, പണ്ടേ പഠിച്ച കാര്യമല്ലേ. പക്ഷെ നമ്മൾ വിസ്മൃതിയിലാണ്, മറവിയിലാണ്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർമ്മിപ്പിക്കും. കാരണം ഈ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസികൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോയേ പറ്റുള്ളൂ. മഹ്ശറിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ മുന്നോടിയായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നമ്മൾ സത്യവിശ്വാസികൾ, മഹ്ശറിൽ വിശ്വസിക്കുന്നവർ, ആ കോടതിയിൽ പോയി നിൽക്കണമെന്ന ഉറച്ച ബോധമുള്ളവർ യഥാർത്ഥത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ അങ്ങോട്ട് പോവാൻ? മഹ്ശറിനെ കേൾക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പോകുമ്പം ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്. ഒരു വലിയ യാത്രയാണ്, ഭയങ്കരമായ യാത്രയാണ്. പോയി നിൽക്കുന്ന എത്തേണ്ട സ്ഥലം നല്ല സുഖമുള്ള സ്ഥലമല്ല, അത് ഇച്ചിരി പ്രയാസമുള്ള, ഇച്ചിരിയല്ല, ഒരു കട്ടിക്കടുത്ത പ്രയാസമുള്ളൊരു സ്ഥലത്താണ് പോയി നിൽക്കേണ്ടത്. മഹ്ശർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാ അതിൻ്റെ അർത്ഥം. ആരൊരുമിച്ച് കൂടുന്ന? ഞാനും എൻ്റെ ഫാമിലിയോ, നമ്മുടെ ഒരു മഹല്ലത്തുകാരോ, നമ്മളെ ഗ്രാമത്തിലുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ നമ്മളെ പട്ടണത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിലുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള ആൾക്കാരോ? അൽ അവ്വലൂന വൽ ആഖിറൂൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഈ ലോകത്ത് അവസാനമായി ജനിച്ചു വീഴുന്ന മനുഷ്യനും മനുഷ്യനോടൊപ്പം ജീവനുള്ളവയായി ഈ ഭൂമിയിലേക്ക് വന്ന സർവരും, പക്ഷിപർവാദികളുണ്ട്, ജീവജാലങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്, മനുഷ്യൻ കണ്ടതും കാണാത്തതുമായ ഈ കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ഹയ്യായി, ഹയാത്തി എന്ന വിശേഷണത്തോടെ, ജീവനോടെ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട സർവ്വതും ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതാണ് മഹ്ശർ. നമ്മൾ മാത്രമൊന്നുമല്ല, സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കൂല, ഒരു പരിധി നമുക്ക് കിട്ടൂല. ഇന്ന് ദുനിയാവിൽ 800 കോടിയിലധികം മനുഷ്യന്മാർ ജീവിച്ചിരിപ്പുണ്ട്. 800 കോടിയിലധികം. അതിനപ്പുറത്ത് കോടിയുണ്ട് ഭൂമിൻ്റെ താഴെ നമ്മൾ ഖബറടക്കിയവര്. ഇനി എത്ര വരാനിരിക്കുന്നു അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. മനുഷ്യന്റെ കണക്കാ പറഞ്ഞ്, ജിന്നുകളോ മലായിക്കത്തിന്റെ എണ്ണം വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അവരും അവിടെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഈലും മിഅ്റാജിന് പോയിട്ട് വന്നപ്പോൾ പറഞ്ഞില്ലേ, ആകാശത്തിൽ സുജൂദ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കിനെ ഞാൻ കണ്ടു. ബൈത്തുൽ മഅമൂർ, മലഉൽ അലയിൽ ബൈത്തുൽ മഅമൂർ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ചാരിയിരുന്ന 7ാം ആകാശത്ത് കണ്ട പള്ളി ഉണ്ടല്ലോ, അതിന്റെ വിശേഷണം എന്താ പറഞ്ഞത്? രാവിലെ 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുന്നു, അവർ തിരിച്ചിറങ്ങുന്നില്ല. വൈകുന്നേരം 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു, അവരും തിരിച്ചിറങ്ങുന്നില്ല. എവിടെ പോവാൻ? അത് സൃഷ്ടിക്കപ്പെട്ട അന്ന് തൊട്ട് ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ആ പ്രതിഭാസം അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയുണ്ടാവും അള്ളാന്റെ മഖ്ലൂഖാത്തുകളുടെ എണ്ണം? പ്രിയപ്പെട്ടവരെ, നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റൂല. അതും മുഴുവനും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാ മഹ്ശർ എന്ന് പറയാ. അതിൻ്റെ ഒരു മൂലക്കുള്ള ഒരു സൃഷ്ടിയാണ് അൽ ഇൻസാൻ, നമ്മളാകുന്ന മനുഷ്യന്മാര്. അങ്ങനെ വേറെന്തല്ലോ അവിടെ ഉണ്ട്, അങ്ങോട്ടാ പോകണ്ട്. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് എത്തുന്നതിന് മുമ്പ് ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നടത്തിയേ പറ്റുള്ളൂ. ഒരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട
നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറയുകയാണ് ഈ പ്രസംഗിക്കുന്ന ഞാൻ അടക്കം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എൻ്റെ മനസ്സിനെ വല്ലാണ്ട് പിടിച്ച ഒരു 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 ഇബാറത്താണ്, ഒരു അസറാണ്. ആരാണ് ഈ അബൂ ഹുറൈറ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീനീയായ അവസ്ഥ സഹാബാക്കളുടെ ദീനീയായ അവസ്ഥയുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. അവരൊക്കെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യന്മാരാണ്. ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്താ പറയുന്നു, റളിയല്ലാഹു അൻഹും, അവരിൽ അല്ലാഹു തൃപ്തനാണ്. മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ആ മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിക്കുന്നു. അത് കിട്ടിയെന്ന് അല്ലാഹു പറയുന്നു സഹാബാക്കളെ സംബന്ധിച്ച്. ആ സഹാബാക്കളിൽ പ്രധാനിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മുഖസ്സിറുകളിൽ, അതായത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളുടെ കൂട്ടത്തിലെ പ്രധാനിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഏത് സമയത്തും വരാനുള്ള അനുവാദം നൽകപ്പെട്ട അഹ്ലുസുഫയുടെ നേതാവായ അഫ്ഖറുൽ ഫുഖറ, മദീനയിലെ പട്ടിണിപ്പാവങ്ങളുടെ നേതാവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണാസന്നനായിട്ട് കിടക്കുക. ആ സമയത്ത് അദ്ദേഹം കരഞ്ഞു. ഫഖീല ലഹു, അപ്പൊ ചുറ്റിയിരിക്കുന്ന ശിഷ്യന്മാരും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവരാരോ ചോദിച്ചു, മാ യുബ്കീക്, എന്താപ്പാ നിങ്ങൾ കരയാനുള്ള കാരണം? കാരണം അവർക്ക് അറിയുന്ന അബൂ ഹുറൈറയാ ഇത്, ആ സഹാബിയൊക്കെ. അപ്പൊ ചോദിച്ചവര്, മാ യുബ്കീക്, എന്താ നിങ്ങൾ കരയുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ ഈ കരയുന്നത് നിങ്ങളെ ഈ ദുനിയാവിനെ പറ്റി ഓർത്തിട്ടല്ല. ദുനിയാവിൻ്റെ ജീവിതം തീരാൻ പോവാണല്ലോ, അതല്ലെങ്കിൽ എന്താവും, അതെന്താവും, ഇതെന്താവും, അതൊന്നും ചിന്തിച്ചിട്ടില്ല. അതൊന്നും എനിക്ക് കരച്ചിൽ ഉണ്ടാക്കൂല. കാരണം അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചതുമല്ല, ദുനിയാവൊട്ട് അവർക്ക് ഉണ്ടായിട്ടുമില്ല. ബട്ട് അഫ്ഖറുൽ ഫുഖറ അബൂ ഹുറൈറ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ ചെന്ന് എന്തെങ്കിലും ദാഹം മാറ്റാൻ, വിശപ്പ് മാറ്റാൻ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തു നിന്ന സഹാബിയാണിത്. ദുനിയാവിനെ പറ്റി ഓർത്തിട്ടല്ല കരയുന്നു ഞാൻ, പക്ഷെ എന്നെ കരയിപ്പിക്കുന്നത് വലാകിൻ അബ്കി അലാ ബുഅദി സഫരി, ഞാൻ എനിക്കിപ്പോൾ ചെയ്യാനുള്ള യാത്രയുടെ ദൈർഘ്യം ഓർത്തുകൊണ്ടാണ് ഈ കരയുന്നത്. എനിക്കൊരു വലിയ യാത്രക്ക് തയ്യാറാവാനുണ്ട്. മലക്കുൽ മൗത്തിന്റെ വരവോടുകൂടി തുടങ്ങുന്ന യാഥാർത്ഥ്യമുള്ള യാത്ര, അലാ ബുഅദി സഫരി, ദൂരത്തേക്കുള്ള യാത്രയാണത്. എത്ര ദൂരം എനിക്കറിയില്ല. അതേസമയം വഖില്ലത്തി സാദി, ആ യാത്രക്ക് കൊണ്ടുപോകാനുള്ള സാമഗ്രികൾ അതെൻ്റെ കൈമൽ വളരെ കുറവാണ്. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അതെ, മഹ്ശറിലേക്കാണ് അബൂ ഹുറൈറ യാത്രയാവുന്നത്. അബൂ ഹുറൈറ യാത്ര അവസാനിപ്പിച്ച് വന്നു നിൽക്കുക മഹ്ശറിലാണ്. അവിടെയാണ് അവസാനത്തെ തീരുമാനമെടുക്കുന്ന സ്ഥലം. അവിടം വരെ എത്തുമ്പം എൻ്റെ കൈമല യാത്രയിൽ കൊണ്ടുപോകാനുള്ള സാധനം വളരെ കുറവെന്ന് പറഞ്ഞിട്ടാണ് ഈ കരയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, ഈ ക്ലാസ് എടുക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും എന്ത് കൈമൽ വെച്ചിട്ടാണ് ഈ ചിരിക്കുന്നത്? നമ്മൾ എന്ത് പെട്ടിയിൽ വെച്ചിട്ടാണ് ഈ സന്തോഷത്തിൽ ഇങ്ങനെ തിമിർത്ത് ആടിത്തിമിർത്ത് ഒരു ബോധവുമില്ലാതെ പട്ടുമെത്തയിൽ ഇങ്ങനെ സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്നത്? ഞാൻ എൻ്റെ നഫ്സിനോടാണ് ആദ്യം ചോദിക്കുന്നത്, പിന്നെ നിങ്ങളോട്. എന്തോ ഉറപ്പിന്മേലാണ്. അബൂ ഹുറൈറയെ പോലുള്ള ഒരാൾ മരണാസന്നനായി കിടക്കുമ്പം കൊണ്ടുപോകാനുള്ള സാധനം കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കരയണമെങ്കിൽ നമ്മളൊക്കെ നിലവിളിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? എത്ര കരയും? 7 കടലിന്റെ വെള്ളം എടുത്തിട്ട് കരഞ്ഞാലും തീരുവോ? കരച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ? വഖില്ലത്തി സാദി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വഇന്നി അംസൈതു ഫീ സഊദിൻ, മലക്കുൽ മൗത്ത് വരുന്നതോടുകൂടി ഞാനിതാ ഒരു ഉയർന്ന കുന്നിന്റെ മുകളിൽ എന്നെ നിർത്തും. അദ്ദേഹം സങ്കല്പിച്ച് പറയാൻ, ഒരു ഉയർന്ന ഭാഗത്ത് ചെന്ന് നിൽക്കുക. അലാ ജന്നത്തിൻ ഔ നാർ, എൻ്റെ താഴെ സ്വർഗവും നരകവും രണ്ടുണ്ട്. ലാ അദ്രി ഇലാ അയ്യതിഹിമാ യുഖദു ബി, ഇത് രണ്ടിൽ ഏതിലേക്കാണ് എന്നെയും പിടിച്ചിട്ട് മലക്കുകൾ പോവുക എന്നെനിക്കറിയില്ല. അതോർത്തിട്ടാണ് ഞാൻ ഈ കരഞ്ഞുപോയത്. മഹ്ശറിന്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്നവരല്ല നമ്മൾ. മഹ്ശറിൽ സംഭവിക്കാനിരിക്കുന്ന അത്ഭുതങ്ങളെ ഹദീസുകളിൽ നിന്നും മറ്റും കേട്ട് രസിക്കാനിരിക്കുന്നവരല്ല. ആ മഹ്ശർ എന്ന് ഒരുമിച്ച് കൂടേണ്ട കോടതി ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് പോകാനുള്ള സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്നായിരിക്കണം ആദ്യത്തെ ചിന്ത. ഉണ്ടാക്കിയേ പറ്റുള്ളൂ, വേറെ രക്ഷയില്ല. വേറെ അങ്ങോട്ട് നമുക്ക് പോകാനുള്ള ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്.
അള്ളാഹുവേ, നിന്നിലേക്കല്ലാണ്ട് ഒരു മടക്കമില്ല, ഒരഭയകേന്ദ്രം നീ അല്ലാണ്ട് വേറെ ആരുമില്ല, നിന്റെ അടുത്തേക്ക് എന്നാ വരണ്ട്. നിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മഹ്ശറിലേക്ക്, ആ ന്യായവിസ്താരത്തിന്റെ കോടതിയിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഒരു ദിവസം അതാ ഉസ്സുലൈമി റഹ്മഹുല്ലാഹു തആല കരയാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മാ ഹാദൽ ഹുസൻ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സന്തോഷിച്ചൂടെ? ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലാണല്ലോ കാണും നിങ്ങളെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഖാല വൈഹക്. വൈഹക് അറബികളുടെ ഒരു പ്രയോഗമാണ്, നിനക്ക് നാശം. എന്തിനാ വിഷമിക്കുന്നത് നീ ചോദിക്കുന്നത്? എനിക്ക് കാരണം അറിയില്ലേ? ഞാൻ എന്തിനായിരിക്കും വിഷമിക്കേണ്ടത്? അൽ മൗതു ഫീ ഉനുഖി, അൽ മൗതു ഫീ ഉനുഖി, മരണം എൻ്റെ പിരടിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, ഏത് സെക്കൻഡിലും പിടിച്ചോണ്ടോവാം. ആ ബോധമുള്ള ഞാൻ എങ്ങനെയാ സങ്കടപ്പെടാണ്ടിരിക്കുക? അടുത്ത സെക്കൻഡ് ചിലപ്പോൾ എൻ്റെ ആ പിരടി ആ മലക്കുൽ മൗത്ത് പിടിച്ചിട്ട് പോവും. അൽ മൗതു ഫീ ഉനുഖി. നമ്മളെയൊക്കെ ചതിച്ച വഞ്ചിച്ച ഏറ്റവും വലിയ സംഗതി എന്താ അറിയോ? ഇപ്പോഴേ മരിക്കൂല എന്നുള്ള ചിന്തയാ, ഇപ്പോഴേ പോകൂല എന്നുള്ളതാണ്. ആരോഗ്യം ഓക്കെയാണ്, രാവിലെ 40 മിനിറ്റ് നടക്കാൻ പോകുന്നുണ്ട്, രാത്രി 2 മണിക്കൂർ ജിമ്മിൽ പോകുന്നുണ്ട്, ഫുഡൊക്കെ കൺട്രോൾഡാണ്, ആവശ്യമുള്ള മാത്രമേ തിന്നുള്ളൂ, രാവിലെ ഇന്ന്, ഉച്ചയ്ക്ക് ഇന്ന്, രാത്രി ഇന്നത്, ഇത്ര കലോറി, ഇത്ര അളവിന്, മാസാമാസം ഡോക്ടർമാരെ പോയിട്ട് കണ്ട് എല്ലാം ചെക്കപ്പ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നുണ്ട്. ഇപ്പോഴേ ഞാൻ മരിക്കൂല. നമ്മളെ ചതിച്ച ഏറ്റവും വലിയ സംഗതി അതാണ്. അൽ മൗതു ഫീ ഉനുഖി, മരണം അതെന്റെ പിരടിയിലുണ്ട്. വൽ ഖബ്റു ബൈതി, എൻ്റെ ശരിക്കുള്ള വീട് ഖബറാണ്. അതിനെപ്പറ്റി ഞാൻ ഈ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരാത്തത്. നീ എന്നെ ദുഃഖിതനായി കാണുന്നതിൻ്റെ കാര്യതാണ്. വൽ ഖബ്റു ബൈതി വഫിൽ ഖിയാമത്തി മൗഖിഫി, ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഞാൻ നിൽക്കാൻ വേണ്ടി പോവാണ്, കോടതിയിൽ ഹാജരാക്കപ്പെടാൻ പോവാണ്. വഅലാ ജിസ്രി ജഹന്നമ തരീഖി, നരകത്തിന്റെ മുകളിലെ പാലമില്ലേ, അതാണ് എൻ്റെ വഴി. ലാ അദ്രി മാ യുസ്നഉ ബി, അവിടെ മഹ്ശറിൽ ആ കോടതിയിൽ എന്നെപ്പറ്റി എന്തായിരിക്കും തീരുമാനിക്കുക, എന്നെ എങ്ങോട്ടായിരിക്കും പിടിച്ചു കൊണ്ടുപോവുക എന്നൊരു ഐഡിയ ഇല്ല. അത് ഓർത്തിട്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത്, ഞാൻ ദുഃഖിക്കുന്നത്. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ മുൻഗാമികളുടെ രീതി. അതുകൊണ്ട് മഹ്ശറിനെ പറ്റി കേൾക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം, ആ കോടതിയിലേക്ക് പോവാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോന്നാണ്. അതിന് തയ്യാറാവണം, അതുണ്ടാക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. എപ്പോ? ഇന്ന് ഈ സെക്കൻഡിൽ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഷഹ്റു ശഅബാൻ, അടുത്ത മാസം റമദാൻ അള്ളാഹു എത്തിച്ചേട്ടെ. റമദാനാണ്, നല്ല സമയത്താണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ന് ചിന്തിക്കണം. ഫസവ്വിദ് മിനത് തഖ്വാ, എത്രയും പെട്ടെന്ന് ആ യാത്രയെപ്പറ്റി ചിന്തിച്ച് സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോയിക്കോളീൻ. ഫഇന്നക ലാ തദ്രി, കാരണം നിനക്കറിയൂല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി വന്ന് നിന്നെ മൂടിയാൽ അടുത്ത രാവിലെ നീ എഴുന്നേക്കോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നാളെ റെഡിയാവാമെന്നല്ല, ഇന്ന് ഈ രാത്രിയിൽ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല, അദ്ദേഹം കവി പറയുന്നൊരു വാക്കുണ്ട്, വകം മിൻ സഖീമിൻ വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. നിങ്ങൾ കുറേ രോഗികളെ കാണുന്നില്ലേ, മരണം കാത്തിരിക്കുന്ന രോഗികളെ, മരിക്കുന്നില്ല, സമയമായില്ല, അവർ മരിക്കാൻ കാത്തു നിൽക്കുക. പക്ഷെ വകം മിൻ സലീം, എത്രയെത്ര ആരോഗ്യമുള്ളവരാണ്, മാത മിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണം പറയാനില്ലാണ്ട് മരിച്ചു പോകുന്നത്. അത് നമ്മളും പെട്ടേക്കാം. അതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ റെഡിയാവണം, മഹ്ശറിന് വേണ്ടി ഒരുങ്ങണം. ഇതൊരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് മഹ്ശറുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കേൾക്കാനും മനസ്സിലാക്കാനും ഒരുങ്ങാനും നാളെ ആ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം വിജയിച്ചവരുടെ കൂട്ടത്തിൽ വുജൂഹുൻ യൗമഇദിൻ നാഇമ, പ്രസന്നവതരായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആ കോടതിയിൽ വന്ന് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലേ?
ക്ഷണിച്ചു ഈ ക്ലാസ് അപ്പം ബുധനാഴ്ച കോഴിക്കോടത്തിന് വിളിച്ചു. അപ്പൊ ബുധനാഴ്ച കോഴിക്കോടത്തിന് വിളിക്കാം. നമ്പർ അരി ഇതിന്റെ കഴിഞ്ഞ സുമ സുമ കഴിഞ്ഞ എന്റെ ഇതാ